പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈറിച്ച് MD ആയ പ്രതാപനെ നവംബർ 3-ാം തീയതി ED കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഒന്നും തന്നെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാത്തത് കൊണ്ട് മാത്രമാണ് അന്ന് പ്രതാപനെ ജാമ്യം ലഭിച്ചത്. 16 മാസത്തിന് ശേഷമാണ് പ്രതാപനെ ജാമ്യം ലഭിച്ചത്. എന്നാൽ അതിനുശേഷം പ്രതാപന് പുറത്തിറങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നിലനിൽക്കുന്നതിനാലാണ്, ആ കേസുകളിലൊക്കെ അറസ്റ്റ് ചെയ്തതിനാലാണ് പ്രതാപനെ പുറത്തിറങ്ങാൻ സാധിക്കാതിരുന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ പ്രതാപൻ്റെ ജാമ്യ ഹർജി കോടതി തള്ളിയിരുന്നു. തലശ്ശേരി കോടതിയാണ് പ്രതാപൻ്റെ ജാമ്യ ഹർജി തള്ളിയത്. ഇവിടെ സംഭവിച്ചത് ഹൈറിച്ച് വക്കീലിന് പറ്റിയ ഒരു അബദ്ധമാണ്. കസ്റ്റഡിയിലിരിക്കുന്ന ഒരു പ്രതിക്ക് വേണ്ടി മുൻകൂർ ജാമ്യം നൽകുകയായിരുന്നു ഹൈറിച്ചിൻ്റെ വക്കീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കാൻ സാധിക്കാത്തതിനാൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയായിരുന്നു. കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിച്ചത്.